എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഐഫോൺ 6s ബാറ്ററി എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ കുവൈറ്റിലാണ്. അപ്പോൾ ഇവിടെ ഷോപ്പുകളൊക്കെ അടവാണ്, മൊബൈൽ റിപ്പയറിങ് ഷോപ്പുകളും അതുപോലുള്ള ഇലക്ട്രോണിക്സ് ഷോപ്പുകളൊക്കെ അടവാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനത് ബാറ്ററി ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് വീഡിയോ. എല്ലാവരും കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫോണ്. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുതിയ ബാറ്ററി ഒന്ന് ഓർഡർ ചെയ്തത്. ഇതാണ് പുതിയ ബാറ്ററി. പക്ഷേ ഞാൻ അതിൻ്റെ കവറ് പൊട്ടിച്ചായിരുന്നു. ഇതാ ആപ്പിളിൻ്റെ ഒറിജിനൽ ആവണമെന്നില്ല, നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. എനിവേ ഇതെന്തായാലും നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ശരിക്കും ഇതല്ല വേണ്ടത്, ഇത് സ്റ്റാറാണ്. ഉണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ഇത് സ്റ്റാറാണ്. പക്ഷെ ഇതിൻ്റെ ചെറിയ സ്റ്റാറാണ് വേണ്ടത് ആക്ച്വലി. പക്ഷെ ഇത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഇതിൻ്റെ പവർ ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിത് പവർ ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അഴിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പിന്നിൽ ചാർജ് ചെയ്യണ ചാർജിങ് പോർട്ടിൻ്റെ ചാർജിങ് പ്ലഗിൻ്റെ സൈഡിൽ 2 സ്ക്രൂസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം അഴിക്കണം. ഞാനൊന്ന് ഫോക്കസ് ചെയ്യാത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ തോന്നുന്നു. അപ്പോൾ ഇത് മിസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ സ്ക്രൂ കിട്ടാൻ പാടായിരിക്കും, പിന്നെ അത് തപ്പി പോകേണ്ടി വരും മിസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്ക്രൂസ് ഞാൻ അഴിച്ചു കഴിഞ്ഞു. അത് ഞാൻ ഫോക്കസ് ആയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഇവിടെ ഈ ബാക്കിൽ നിന്നാണ് ഇങ്ങനെ അഴിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു വാക്വം പ്ലഗ് നമുക്ക് വേണം. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ വാക്വം പ്ലഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നഖം വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാണ്, നോക്കാം എന്തെങ്കിലും ആവുമെന്ന്. ശരിക്കും നമ്മൾ ഒരു വാക്വം പ്ലഗ് ഇവിടെ ഈ താഴത്തെ ഭാഗത്ത് പ്ലഗ് ചെയ്തിട്ട് അതിങ്ങനെ പൊക്കിയെടുക്കുകയാണ് വേണ്ടത്. അത് പൊക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ എന്തെങ്കിലും ചെറിയ കനം കുറഞ്ഞ് കാടിട്ടിട്ട് ഈ ഗ്യാപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കും, ഈ സീലിങ്. ഞാനിപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞത്. കണ്ടോ, ഈ 3 ലോക്ക് കണ്ടോ? ഞാൻ സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇത് പിന്നെ ഇത് ലോക്കാണ്. അത് ഈ സൈഡിൽ ലോക്കായിട്ടിരിക്കും ഇവിടെ. എന്നിട്ട് നമ്മളിത് വെക്കിയത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പൊക്കുക. എന്നിട്ട് സൂക്ഷിക്കണത് വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഡിസ്പ്ലേ ഇവിടെ നിന്ന് ഡിസ്കണക്ട്. ആദ്യം നമുക്ക് ഈ ഒരു പ്ലഗ് ഉണ്ട്, ഈ ഡിസ്പ്ലേക്കുള്ള കണക്ഷൻ, അത് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യാൻ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പാർട്ട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് പതുക്കെ അതിങ്ങനെ ചെറിയ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തെങ്കിലും വെച്ചിട്ട് വെറുതെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇതാ അങ്ങനെ. ഞാൻ അതല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് ഇടുകയാണ്. ഫ്ലാറ്റ്. പക്ഷെ ഒരു കാർഡാണ് വേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് കാർഡില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കണ്ടോ
ഇതിങ്ങോട്ട് പോകുന്നു. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് സൈഡിൽ. അല്ല, ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ അതൊറ്റ കണക്ഷനാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യണമുണ്ടോ, കാരണം അത് ഇതിൻ്റെ പിന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റേണ്ടി വരും. മൂന്നാമത്തെ അയക്കാൻ പോവാണ്. ഇതാ, അങ്ങനെ 3 നമ്മൾ അയച്ചു. ഇനി ഇത് സേഫായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും സ്റ്റാർ ഇടുകയാണ് സ്ക്രൂ ഡ്രൈവറിൽ. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെയാണ് ബാറ്ററിയിലെ പ്ലഗ്. ഇതും സ്റ്റാർ തന്നെയാണ്. ഈ സ്ക്രൂവും സൂക്ഷിച്ചേക്കണം, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ ഐഫോണിൻ്റെ തന്നെ വാങ്ങേണ്ടി വരും. ഇനി നമുക്ക് ഈ ബാറ്ററി അയക്കാം. ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ചൂടാക്കി കൊടുക്കണം. നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണം. ഞാനൊന്ന് ട്രൈ ചെയ്യണത് വരുമോ വരില്ല എന്ന് നോക്കാൻ. അതിന് മുന്നേ ഞാനിൻ്റെ കണക്ഷൻ പിന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് പിന്നെ ഇതാ ഫോക്കസ് ആയിട്ടുണ്ടല്ലോ, ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. അതും ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് വയ്ക്കാവുന്നൊരു പിന്നാണ്. ഇനി ബാറ്ററി ഞാനൊന്ന് ഊരാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ATM കാർഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊന്ന് നോക്കട്ടെ, ട്രൈ ചെയ്യാം. ഞാനൊരു കാർഡ് ഇങ്ങനെ ATM കാർഡൊക്കെ പോലുള്ളൊരു കാർഡ് ഇങ്ങനെ യൂസ് ചെയ്യാണ് ഈ ബാറ്ററി ഇങ്ങനെ എടുക്കാനായിട്ട്. ഇതാണ് ബാറ്ററി. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ആക്ച്വലി ഒരു ഗം പോലെ എന്തോ ഒരു സാധനം ഉണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ബാറ്ററി കൂടെ മാറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയ ബാറ്ററി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലഗ് ഈ സൈഡിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇവിടെ കറക്റ്റ് ആ സ്ലോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിക്സ് ആവും. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ആയിക്കോളും. ഓൾറെഡി അവിടെ ആ ഒരു പശയുള്ളത് കൊണ്ട് അതവിടെ സ്റ്റിക്കായിരിക്കുന്നുണ്ട്, വീഴുന്നില്ല, കണ്ടോ. എന്നിട്ട് പതുക്കെ ഈ പിന്നൊന്ന് കണക്ട് ചെയ്യണം. ഇത് കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കൂടി എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ടച്ചായിട്ടിരിക്കണം, എന്നാലാണ് ഇത് കറക്റ്റാ അതിൻ്റെ പിൻ കറക്റ്റ് കണക്റ്റ് ആകുമോ. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ കണക്റ്റ് ആയിട്ടാണ്, ഈ ഗ്യാപ്പ് ഉണ്ടോ, ഇതിങ്ങോട്ട് ഈ ബാറ്ററി ഇതിലോട്ട് മുട്ടിച്ചാണ് നേരത്തെ വെച്ചത്, അതുകൊണ്ട് ഇത് ഇവിടെ കണക്റ്റ് ആയില്ല. ഇപ്പം ഞാൻ ഈ സൈഡിലോട്ട് ഇത് മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കറക്റ്റ് കണക്റ്റായി. ഇനി ഞാനത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. കറക്റ്റ് സ്ലോട്ടിൽ പ്രസ് ചെയ്തിട്ടണം. ഓക്കെ, നമുക്കൊരു സൗണ്ട് കേൾക്കാം, ടിക്ന്ന്, അത് കറക്റ്റ് പ്രസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ആക്ച്വലി 4 പോയിന്റ് ഉണ്ടോ, ഞാൻ ഫോക്കസ് ചെയ്യാം. 4 പ്ലഗ് ഉണ്ട് ഇവിടെ. ഇതിലൊന്ന് ക്യാമറയാണ്. ഞാൻ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്.
അതിനകത്ത് ക്യാമറ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാനൊരു കടലാസ് വെച്ചിരിക്കുകയാണ് അത് ക്യാമറ എടുത്തിട്ട്. അപ്പോൾ ഈ കിടക്കുന്ന പ്ലഗ് ആ ക്യാമറയാണ്. അപ്പോൾ ഞാൻ ഈ ബാറ്ററിയിലെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇത് ശരിക്കൊരു ടേബിളിൽ വെച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പൊക്കി പിടിച്ചിരിക്കുന്നതാണ്. കറക്റ്റ് അത് കണക്റ്റ് ആകുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം. അത് ഒരു ടക്കുന്നൊരു സൗണ്ട് കേൾക്കാം. ഞാനിവിടെ വെച്ച് ചെയ്യാണ്. അതാണ് ഇത്രയും കൂടി എളുപ്പം തോന്നുന്നത്. കാരണം അത് അങ്ങോട്ട് നീങ്ങാണ് കയ്യിലിരിക്കുമ്പോൾ. ഒത്തിരി പാടാണെന്ന് തോന്നുന്നത് കണക്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് ആ സ്ലോട്ടിൽ വീട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൈഡിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം സൈഡിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കാം. ഇത്തിരി കണക്ഷൻ വളരെ ചെറിയ പ്ലഗുകളായതുകൊണ്ട് ഇത്തിരി പാടാണ്. ഞാൻ ഈ ആദ്യം കണക്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചെടുക്കുകയാണ്. ഞാൻ ഈ സൈഡിൽ ആദ്യം കണക്ട് ചെയ്യട്ടെ. ഓക്കെ, സൈഡിൽ കണക്റ്റായി. ഇനി താഴെയുള്ളത് കണക്ട് ചെയ്യാണ്. അതും കണക്റ്റായി. ഇനി ലാസ്റ്റത്തെ മൂന്ന് പ്ലഗും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം, അത് വർക്കായോ എന്ന്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം, ഇത് വർക്കാവുന്നുണ്ടോയെന്ന്. ആ, വർക്കായി, സക്സസ്. അപ്പോൾ ഇത് ഓണാവുന്നുണ്ട്. ഈ മൂന്നാം സൈഡിലെ പ്ലഗ് കറക്റ്റ് ടിക്ക് സൗണ്ട് കേട്ടില്ല. അതൊന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്തോളൂ. ഫോൺ ഓണാവുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും കൂടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി അതിൻ്റെ ആ ഒരു നമുക്കിനി ഇവിടുത്തെ ഒരു കവറിടാം.
ഇതാ ഇതുപോലെ കവറിടാം. സോറി, ഇതിങ്ങനെയാണ് വെക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത്തിരി കുഴിയിലേക്കുള്ള ഒരു ലെഗ് പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ അത്ര താഴത്ത് പോയിട്ടില്ല, ഇത്തിരി താഴത്തോട്ട് പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. അത് നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും, കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പം ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ക്ലോസ് ചെയ്യാം. ബാറ്ററി നേരത്തെ ചെക്ക് ചെയ്തതാണ്, ഓൺ ആയിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ ക്ലോസ് ചെയ്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് വീഴും. കണ്ടോ, നമുക്കൊരു ടക്നൊരു സൗണ്ട് കേൾക്കാം. നമുക്കിതിൻ്റെ താഴത്തെ സ്ക്രൂ പിടിപ്പിക്കാം. ഇത് വളരെ ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് ഇത്തിരി പാടാണത്. ഇത് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഞാനത് ചാർജ് ചെയ്യാനുള്ളതാണ്. ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്യാണ്. നേരത്തെ ഓണാക്കിയപ്പോൾ ചാർജ് കുറവായിരുന്നു, 20% ആണ് കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാതെ ചാർജ് ആവുന്നുണ്ടോന്ന്. ഇതാ ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ 19% ഉണ്ട്. അപ്പോൾ വൈഫൈയും 3G ബ്ലൂടൂത്തൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാണ്, പെട്ടെന്ന് ചാർജ് കയറാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഈ മൊബൈൽ ഡാറ്റ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകും ഐഫോണിൽ. ഞാനത് ഓൺ ചെയ്തിടാണ്. ഇപ്പോൾ 9:18 നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 20 തോന്നുന്നു. അപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോരായിന്ന്. 9:21 23%. അപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ see you.